Al Azhar Group of Institutions, Perambalichira, Thudukoda. എന്റെ പേര് മീനാക്ഷി. ഞാൻ നാടോടി നൃത്തത്തിൽ കൊല്ലം ജില്ലയിൽ നിന്ന് നാടോടി നൃത്തത്തിൽ മത്സരിച്ച് സെക്കൻഡ് ഇവിടെ അല്ല ജില്ലയില് അപ്പീല് കിട്ടിയില്ല. അപ്പീല് കിട്ടിയില്ല അല്ലേ? അതുകൊണ്ട് നമുക്ക് ഇവിടെ മത്സരിക്കാൻ പറ്റില്ല. ജില്ലയിൽ സെക്കൻഡ് ആയി പോയി. അത് കുഴപ്പമില്ല, നമുക്ക് ഇനിയും മത്സരിക്കണം അല്ലേ? +2 ലാസ്റ്റ് ഇയർ. ഓ, അപ്പൊ ഒത്തിരി സങ്കടം ഉണ്ടല്ലേ? മുഖത്തുണ്ട് ടീച്ചറെ. അതെന്താണ് അപ്പീല്? ടീച്ചർ വന്നേ. ടീച്ചർ കോടതിയിൽ പോയി കയറി. അല്ല, കോർട്ട് അപ്പീല് മേടിക്കാനുള്ള പൈസയൊന്നും സാമ്പത്തികമൊന്നും ഇല്ല. ലാസ്റ്റ് ഇയർ ആയിരുന്നു, അപ്പീലിന് കൊടുത്തു, പക്ഷെ കിട്ടിയില്ല. വളരെ നന്നായി പെർഫോം ചെയ്തു, ജില്ലക്ക് 2ാം സ്ഥാനമായി പോയി. ഈ സ്റ്റേറ്റ് കാണുമ്പോൾ ഒക്കെ ഭയങ്കര വിഷമമുണ്ട്. ഈ പ്രാവശ്യം കൂടെ ഉള്ളായിരുന്നു, അതിന് നടന്നില്ല. ആ വിഷമം നമ്മൾ ഈ സ്റ്റേജിൽ തീർക്കും. ഇത്ര ആളുകളുടെ മുമ്പിൽ ഒന്ന് കൈയടിക്കുക കേട്ടോ. പാട്ട് കൊണ്ടുവന്നിട്ടില്ലേ? അതുപോലെ ഇവര് രണ്ടുപേരും സ്റ്റേറ്റ് വിന്നേഴ്സ് ആണ്. കഴിഞ്ഞ വർഷം ഈ മോന് ഭരതനാട്യത്തിന് 1ാം സ്ഥാനം ഉണ്ടായിരുന്നു, ഈ വർഷം 2ാം സ്ഥാനമായി. ആ മോൾക്ക് 1ാം സ്ഥാനം നാടോടി നൃത്തത്തിന്. അല്ലെ? അപ്പം നമുക്ക് ഈ ചേച്ചിയുടെ ഡാൻസ് ആദ്യം ഒന്ന് കാണാം. കാരണം ചേച്ചിക്ക് ഇവിടെ വന്ന് +2 ആയിരുന്നു, വലിയ പൈസ ഇല്ലാത്തതുകൊണ്ട് കോർട്ടിൽ പോകാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ആ വിഷമത്തിൽ നമ്മളും പങ്കുചേർന്നു. മോള് നല്ലൊരു കലാകാരിയായിട്ട് വരും കേട്ടോ, ഒന്നും പേടിക്കണ്ട. +2 കഴിഞ്ഞ് കോളേജൊക്കെ പഠിക്കുമ്പോൾ എന്ത് സപ്പോർട്ട് നമ്മൾ ചെയ്തു തരാം. എന്ത് സപ്പോർട്ടും നമ്മൾ മൂവി വേൾഡ് മീഡിയ ചെയ്തു തരാം. സാമ്പത്തികമായിട്ടാണെങ്കിൽ എന്ത് സപ്പോർട്ട് നമ്മൾ ചെയ്തു തരാം. ഇവിടെ വെച്ച് ഉറപ്പ് തരികയാണ് കേട്ടോ. ഞാൻ നിങ്ങളുടെ ഇത്ര ആളുകളുടെ മുമ്പ് വെച്ച് ഉറപ്പ് കൊടുക്കുകയാണ്, ഈ കുട്ടിക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും മൂവി വേൾഡ് മീഡിയ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. എന്ത് ആവശ്യമുണ്ടെങ്കിൽ ടീച്ചറെ ഞങ്ങളെ വിളിക്കാം. പേരൻസിനോട് പറയണം, എന്ത് ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോ. ഈ കുട്ടിയെ എവിടെ വരെ പഠിപ്പിക്കണമെങ്കിലും എന്ത് കലാകാരിയാക്കണയും നമ്മൾ ഫുൾ സപ്പോർട്ട് വാഗ്ദാനം ചെയ്തിട്ടാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. എന്റെ പേര് ഹൈദർ അലി എന്നാണ്. ഇവിടെ കുറെ പേർക്ക് അറിയാം, ഒത്തിരി പേര് എന്നെ തിരിച്ചറിയുന്ന ആളാണ്. ഞാൻ സപ്പോർട്ട് ചെയ്യുകയാണ് ഇവിടെ വെച്ച്. ധൈര്യമായിട്ട് വേണ്ട, അതൊന്നുമില്ല. ഇതുപോലെ ഒരു കലാകാരി എന്റെ നാട്ടിൽ തൊടുപുഴയിൽ ഉണ്ടായിരുന്നു. ദേവിക എന്നാണ് ആ കുട്ടിയുടെ പേര്. അതും ഇതേപോലെ ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയായിരുന്നു. ആ കുട്ടിക്ക് ഡ്രസ്സ് വാങ്ങാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞ് നമ്മുടെ ഒരു വാർത്ത കണ്ടിട്ട് 1 വർഷത്തെ ഡ്രസ്സ് സ്പോൺസർ ചെയ്ത് സണ്ണി സിൽക്ക് ആയിരുന്നു അന്ന്. ആ കുട്ടി ഇന്നലെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. കലോത്സവം കഴിഞ്ഞ് ആ കുട്ടി എല്ലാ കലോത്സവത്തിനും വിൻ ചെയ്യുന്ന ഒരു കുട്ടിയായിരുന്നു. നമുക്ക് കലാകാരന്മാരെ വളർത്തണം. അത് നമ്മുടെ മനസ്സിൽ വേണം. നമ്മുടെ മനസ്സിലുണ്ടെങ്കിലോ നമുക്ക് ഈ കുട്ടിയെ വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും കേട്ടോ മോളെ, ധൈര്യമായിട്ടിരിക്കുക. പെർഫോമൻസ് ഇവിടെ വയ്ക്കും. എല്ലാവരും ഒന്ന് കണ്ടിട്ടേ പോകല്ലോ കേട്ടോ. ഹലോ ഓക്കെ മോളെ, സൂപ്പർ. മോളൊന്ന് വരുമോ? ഹലോ, നല്ലൊരു കൈയ്യടി കൊടുക്കണം കേട്ടോ ഈ കലാകാരിക്ക്. മോളെ, ആ വേദിയിലല്ല, ഇത്രയും ആളുകളും ഈ വേദിയിൽ കളിച്ചു. ഇവിടെ വന്നിട്ട് കളിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഇവിടെ കളിച്ചില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ വാക്കൊന്നും കൂടെ ആവർത്തിക്കുന്നു. ഇപ്പം ഗൂഗിൾ പേയുടെ കാലം കൊണ്ട് പൈസ ഒന്നും കയ്യില്ല. ഈ 1000 രൂപ പോണ വഴിക്ക് ചുമ്മാ ജ്യൂസൊക്കെ മേടിച്ചു കുടിക്കാം. നോ എല്ലാവരും കണ്ടു പറയാമല്ലോ ഇവിടെ. ഇതൊരു സന്തോഷത്തിന് ചുമ്മാ ചേട്ടൻ തരുന്നത് മോളെ. ചേട്ടൻ തരുന്നതാ. ഇത് വേറൊന്നുമല്ല, ഒരു നല്ല ഡാൻസ്. എന്തിനാന്നല്ലോ? ചുമ്മാ പോണെങ്കിൽ ജ്യൂസൊക്കെ കുടിക്കാൻ. എല്ലാം ഒന്നും ഇല്ലാത്തത് കൊണ്ടല്ല കേട്ടോ. കരയരുത്. വേദനയാണ് കേട്ടോ ഇത് കേട്ടോ. ടീച്ചറെ, ഓക്കെ നമ്മുടെ മക്കള്. ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ്. മത്സരത്തിൽ വരാൻ ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ചാണ് ആളുകൾ വരുന്നത്. ഇവിടെ എത്രയും പേരാണ് ഇപ്പൊ കരയുന്നതെന്ന് എനിക്ക് കാണാം. പറയുന്നത് കണ്ണ് നനയുന്നുണ്ട്. ഒരു മത്സരത്തിൽ പങ്കെടുക്കണമെങ്കിൽ ഇത്രമാത്രം ചെലവേറിയ പൈസ വേണം. സാധാ സ്കൂളിൽ നിന്നൊന്നും അത്രയും പൈസ ഉണ്ടാവില്ല. പണത്തിന്റെ കൊഴുപ്പുള്ളവരുമുണ്ട്, പണമില്ലാത്തവരുമുണ്ട്. പക്ഷെ കലയിൽ പണമൊന്നുമില്ല. അത് തന്നെയാണ് ഈ കുട്ടി കലയായിട്ട് കാണുക. ഇത്രയും പേരെ കണ്ണു നിറയുന്നുണ്ടെങ്കിൽ ഈ മോക്കൊരു വലിയൊരു ഭാവിയുണ്ട് കേട്ടോ. പ്രാർത്ഥനയുണ്ട്, എല്ലാവരും പ്രാർത്ഥനയുണ്ട്. ധൈര്യമായിട്ടിരിക്കും. ഇന്ന സന്തോഷം നാടൻപാട്ടൊക്കെ പാടിയാലോ? അല്ല പിന്നെ അല്ലേ? ഇന്ന സന്തോഷം മോളൊരു നാടൻപാട്ടുകൾ പാടും. സന്തോഷത്തിന്റെ ഒരു നാടൻപാട്ട് പാടും.
പാടുന്നേ, ഒന്ന് പാടിക്കേ, ഒന്ന് പാടിക്കേ, ഒരു 2 ലൈൻ പാടിക്കേ, ഒരു 2 ലൈൻ പാടി. എനിക്ക് വേണ്ടി 2 ലൈൻ പാടി. എന്നാൽ ഏതെങ്കിലും ഒരു പാട്ട് 2 ലൈൻ പാട്, ഏതെങ്കിലും 2 ലൈൻ, ഏതെങ്കിലും ഒരു പാട്ട് 2 ലൈൻ. ആ കണ്ടോ, ഒരു കയ്യിൽ കൊടുക്ക, ഒരു 2 ലൈൻ പാട്ടുകൾ പാടും മോള്. ആ പഠിക്കും, പഠിക്കും, അറിയാവുന്ന 2 ലൈൻ പാട്ട് പഠിക്കും, അറിയാവുന്ന പാടിയ ആർക്കും ഒരു പ്രശ്നമില്ല, പഠിക്കും, പഠിക്കും കേട്ടോ. ഓക്കെ, ഞാൻ ഇവിടെ ഇപ്പല്ലേ, ധൈര്യമായിട്ടും പഠിക്കോ, പഠിക്കോ, അറിയാവുന്നത്. വിജന സുരഭി വാടികയിൽ അകലയവിടെ പോയി നീ, സജലമിഴികൾ തേടുകയായി ഹൃദയനാഥ വരൂ, വിരഹമിതലിയാൻ മാധവം മലരുകൾ തൂവിയ ശയ്യയിൽ പ്രണയ നിവേദ്യമിതേൽക്കുവാൻ പ്രിയനു പരിഭവമോ. മതി മതി മോളെ, നല്ലൊരു കയ്യിൽ കൊടുക്കും കേട്ടോ. അപ്പൊ ഈ കലാകാരിക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കണം. ഇനിയും ഒത്തിരി ഒത്തിരി ഇനി കോളേജ് ജീവിതത്തിലേക്കാണ് പോകുന്നത്. ഞാൻ ഇപ്പോഴും പറയുന്നു, എന്ത് ആവശ്യമുണ്ടെങ്കിലും വിളിക്കണം. കൃഷ്ണൻ എന്തോന്ന് വരുമോ, ഈ കുട്ടിയുടെ നമ്പർ, പേരൻസ് നമ്പർ, ടീച്ചർ നമ്പറും വാങ്ങണം. നമുക്ക് നമ്മുടെ നമ്പറും കൊടുക്കണം കേട്ടോ. ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഗംഭീര പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു സുന്ദരിയുണ്ട്, നേഹ. നേഹയുടെ ഒരു ഫ്രണ്ടും ഉണ്ട്, അഞ്ജലി. കുറെ വിശേഷങ്ങളുണ്ട്, അത് നമുക്ക് നേഹയോട് തന്നെ ചോദിച്ചറിയാം. നേഹ, സുഖമായിട്ടിരിക്കുന്നോ? ഓ സുഖം. എങ്ങനെയുണ്ട് ഈ വർഷത്തെ കലോത്സവം? പറയാനുണ്ടോ, അടിപൊളിയാണ്. എനിക്ക് ഒരു വർഷമായിട്ട് ആങ്കിളിലായിട്ട് ലിഗമെന്റ് ടയർ ഉണ്ട്, 2 ലിഗമെന്റ് ടയർ ഉണ്ട്, പ്ലസ് സോഫ്റ്റ് ടിഷ്യൂ ഫുൾ ഡാമേജ്ഡും ആണ്. പിന്നെ അതത്ര പ്രശ്നമൊന്നും വരത്തില്ല, വേദന ഉണ്ട്. പക്ഷെ ആ ഒരു സ്പിരിറ്റ് നമ്മൾ കളിക്കുമ്പോൾ, ആ ഒരു സ്പിരിറ്റ്, അതിനോടുള്ള ഒരു ഇഷ്ടം കാരണം നമ്മൾ അതൊരിക്കലും അറിയലില്ല. അപ്പം കൂട്ടുകാരിയും കൂടെ ഒന്ന് പരിചയപ്പെടാം. ഞാൻ അഞ്ജലി VM, കോഴിക്കോട് തന്നെയാണ്. ഞങ്ങൾ ഒരു സ്കൂളിലാണ് പഠിക്കുന്നത്. ഞാൻ 10th-ലാണ്, ഏച്ചി 11th-ലും. ഒരു ആശാന്റെ കീഴിലാണ് നിങ്ങൾ? അതെ, ഞങ്ങൾ വിനീത് സാറിന്റെ അടുത്താണ് പഠിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഒരേ ഐറ്റം തന്നെയാണ് പഠിച്ചത്. ഗീത പത്മകുമാർ എന്ന് പറഞ്ഞ ടീച്ചറാണ് കമ്പോസും കൊറിയോഗ്രാഫിയും ഒക്കെ ചെയ്തത്. ഞങ്ങൾ ഇവിടെ കഴിഞ്ഞു, ഓൾറെഡി കോമ്പറ്റീഷൻ കഴിഞ്ഞു. A ഗ്രേഡ് ഉണ്ട് കുച്ചിപ്പുടിയിൽ, മോഹിനിയാട്ടത്തിലും A ഗ്രേഡ് ഉണ്ട്. എൻ്റെ ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. ഞാൻ ഡാൻസ് കളിച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്യായിരുന്നു. കഴിഞ്ഞ കൊല്ലത്തെ ഡിസ്ട്രിക്റ്റിന് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് വീണു പോയതായിരുന്നു. അപ്പൊ ആദ്യം ഡോക്ടറിനെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ചെറിയൊരു ട്വിസ്റ്റിൽ വന്ന ലിഗമെന്റ്, ഒരു സ്പ്രെയിൻ മാത്രമാണെന്നാണ് പറഞ്ഞത്. നമ്മൾ കുറച്ചു കാലത്തേക്ക് ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്തൊന്ന് റെഡി ആയതായിരുന്നു. അത് കഴിഞ്ഞിട്ട് സ്റ്റേറ്റിലേക്കൊക്കെ അത് പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ കൊല്ലം ഞാൻ CBSE-ലാണ് പഠിച്ചത്. CBSE സ്റ്റേറ്റിന് പോയി, കുച്ചിപ്പുടിക്ക് തന്നെ. അപ്പോൾ സ്റ്റേറ്റിലൊക്കെ കളിക്കുമ്പോൾ കുറച്ച് വേദനയും അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ അത് മാറി. അത് കഴിഞ്ഞിട്ട് ഇക്കൊല്ലം സ്കൂളിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത്, സ്കൂൾ കലോത്സവത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് വീണ്ടും വേദന വന്നു തുടങ്ങി. അപ്പോൾ ഞാൻ ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ MRI ചെയ്ത് നോക്കിയപ്പോൾ പറഞ്ഞത് റിപ്പീറ്റ് ആയിട്ട് ഇഞ്ചുറി വരുന്നതാണ്. കുറച്ച് റെയറാണ്, പക്ഷേ പെയിൻ എത്ര നമ്മൾ കളിക്കുന്നോ അത്രയും കൂടുകയുള്ളൂ. ഞാൻ ആദ്യം ഡോക്ടർ പറഞ്ഞു അത് കുറച്ച് കാലത്തേക്ക് നമുക്ക് ഒന്ന് നിർത്താം, ഒരു ഗ്യാപ്പൊക്കെ കൊടുത്ത് പതുക്കെ ഇതാക്കാം. അങ്ങനെ കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ ഫ്യൂച്ചറിനൊക്കെ പ്രശ്നം വരാമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കത് കേട്ടപ്പോൾ തന്നെ ഞാൻ ഫുൾ ടെൻഷനിലായി. കാരണം ഞാൻ അത്രയും ആഗ്രഹിച്ച് വന്നതാണ്. കലോത്സവം എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാണ്. അപ്പോൾ അങ്ങനെ ആയപ്പോൾ ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു, ഡോക്ടർ എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കളിക്കണം. അപ്പോൾ ആദ്യം ഡോക്ടർ ഇങ്ങനെ വേണ്ട എന്ന് പറഞ്ഞെങ്കിലും എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു സ്പിരിറ്റ് കാരണം ആള് പിന്നെ ശരി നീ പോയിക്കോ, പോയിട്ട് വന്നിട്ട് അടിപൊളി കളിച്ചിട്ട് തിരിച്ചു വന്നിട്ട് നമുക്ക് എന്താ വെച്ചാൽ നോക്കാമെന്ന് പറഞ്ഞു. പിന്നെ MRI ചെയ്ത് നോക്കിയപ്പോൾ 3 ടൈപ്പ് ഉണ്ട് ലിഗമെന്റ് ടയറിന്. അതിൽ ടൈപ്പ് 3 ആണെങ്കിൽ മാത്രമേ സർജറീൻ്റെ ഒക്കെ ആവശ്യം വരുള്ളൂ. ടൈപ്പ് 2-ല് ഒതുങ്ങിയിട്ടുണ്ട്. അപ്പോൾ പ്രശ്നമൊന്നുമില്ല, ഫ്യൂച്ചറിലേക്ക് എന്തെങ്കിലും പ്രശ്നം വരില്ല എന്നാണ്. ശരി, കൂട്ടുകാരുടെ കൂടെ ഒപ്പത്തിനൊപ്പമാണ് കളിക്കുന്നത്. അതെ അതെ, ഞങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെ ഹെൽപ്പ് ചെയ്തും ഞങ്ങൾക്ക് അങ്ങനെ ഒരു
കൂട്ടുകാരി എന്നുള്ളതിനെക്കാട്ടി ഒരു സിസ്റ്റേഴ്സ് എന്നുള്ള ബോണ്ടാണ്. ഞങ്ങൾ ഹോൾ ഡാൻസ് ക്ലാസ് അങ്ങനെയാണ്. ഒരൈറ്റം പഠിക്കുകയാണെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പഠിപ്പിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യും. അപ്പം അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി പഠിച്ചതാണ് അലമേലു മങ്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റം. അത് അലമേലു മങ്കേൻ്റെയും വെങ്കടേശ്വര സ്വാമിൻ്റെയും ലവ് സ്റ്റോറിയാണ് കാണിക്കുന്നത്. വളരെ മനോഹരമായിട്ടാണ് അത് കൊറിയോഗ്രാഫ് ചെയ്തത്. ഞങ്ങൾക്ക് കളിക്കാൻ സാധിച്ചതിൽ ഭയങ്കര ഭാഗ്യം തോന്നുന്നു. പ്രതിസന്ധികളെ തരണം ചെയ്ത് ഈ സുന്ദരി കുട്ടികൾ മുന്നേറുകയാണ്. കലോത്സവ നഗരിയിൽ നിന്ന് ക്യാമറമാൻ ഫാസിലോടൊപ്പം ടീം മൂവി വേൾഡ് മീഡിയ.